പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ചാനലുകൾ തുടങ്ങി. അത് പിന്നെ ലോക്കൽ ചാനലുകളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടപ്പോ തന്നെ മനസ്സിലായി ലോക്കലാണ്. അപ്പോ ഞാന് നമ്മുടെ കണ്ണൂര് നീലേശ്വരത്ത് ഒരു ലോക്കൽ ചാനൽ ആരംഭിക്കുകയാണ്. അതിന്റെ വാർത്ത വായിച്ചുകൊണ്ട് മാഡം ഉദ്ഘാടനം ചെയ്യണം. വാർത്ത വായിക്കാനോ? മോഹൻലാൽ സാർ വാർത്ത വായിച്ചു. ലാൽ സാർ ചെയ്തല്ലോ, വാർത്ത വായിച്ചു. പക്ഷെ എനിക്ക് താല്പര്യമില്ലാന്ന് തോന്നുന്നു. വാർത്ത വായിക്കാൻ എനിക്ക് അങ്ങനെ വാർത്ത കൊണ്ടുവന്നിട്ടുണ്ടോ? വാർത്ത കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് തെറ്റില്ല. സാർ അങ്ങനെ ഒരു അപകട സൂചന ഒന്നും തന്നില്ല. നല്ല സെൻസ് ഓഫ് ഹ്യൂമർ. അല്ല, അപ്പൊ അവിടെ മനസ്സിലാകണമെങ്കിൽ ആ ഭാഗത്ത് സ്ലാങ് യൂസ് ചെയ്യേണ്ടി വരും. അതെ, ഇപ്പൊ ഞാൻ വാർത്ത വായിക്കണ്ടോ? അത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മാഡം. അതനുസരിച്ച് മനസ്സിലായല്ലോ. കേട്ടല്ലോ, അത് ആക്ഷൻ. നമസ്കാരം, പുലർച്ച വാർത്തകളിലേക്ക് സ്വാഗതം. നമസ്കാരം, പൊൽച്ച വാർത്തയിലേക്ക് സ്വാഗതം. എന്നാകുമ്പോ പൊൽച്ച പുലർക്കാലം. ആ നാട്ടിലെ പുലർക്കാലത്തിന് പൊലച്ചെന്നാ പറയുന്നത്. അത് അവിടെ വായിക്കാനുള്ള വാർത്തയല്ലേ? അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവുള്ള വാർത്തയല്ലേ? അപ്പൊ അതിങ്ങനെയൊക്കെ മതി. താങ്ക് യു. അപ്പൊ അടുത്തതിലേക്ക് കിടക്കാം. പ്രിയമുള്ളവരെ, റയോ ഒളിമ്പിക്സ് വളരെ ഭംഗിയായി നടക്കുന്നു. നമ്മുടെ കിഷോർ അവിടെയുണ്ട്. കിഷോർ, നീ ഇപ്പോൾ എവിടെയാണ് അവിടെ ഉള്ളത്? റയോ ഒളിമ്പിക്സ് നല്ല പാങ്ങായിട്ട് നടക്കുന്നുണ്ട്. ഭംഗിയായിട്ട് നടക്കുന്ന പറഞ്ഞിട്ടില്ലേ? പാങ്ങ്, ഭംഗി. അവിടേക്ക് അങ്ങനെയാ, ഭംഗിക്ക് പാങ്ങ. പിന്നെന്ന് പറഞ്ഞ ബാക്കി പോട്ടെ. കിഷോർ, നീ ഓടുത്തു. അവൻ ഓടിയാണോ അവിടെ ചെന്നത്? അല്ല, എവിടെ എവിടെ ഓടുത്തു? കിഷോർ, നീ ഓടുത്തു. അവിടെ ആരെല്ലാം ഉണ്ട്? അവിടെ ആരൊക്കെയുണ്ട്? നന്നായിരിക്കുന്നു. അടുത്തതിലേക്ക് കിടക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. പോലീസുകാരും മാധ്യമ പ്രവർത്തകരും തമ്മിൽ പൊരിഞ്ഞ വഴക്ക്. പോലീസുകാരും മാധ്യമ പ്രവർത്തകരും തമ്മിൽ ഭയങ്കര കലമ്പ്. എന്തോ ഇത്? അല്ല, ആ ഭാഗത്തുള്ള ആളുകൾക്ക് മനസ്സിലാകണ്ട. കലമ്പ് എന്ന് വെച്ചാ വഴക്ക്. കലമ്പ്. ഈ സംഭവം കേരളത്തിന്റെ പ്രവിശ്യ തന്നെയാണോ? നാടിനെ വല്ലതും പറഞ്ഞോ? ചോദിച്ചതേ ഉള്ളൂ മാഡം, അങ്ങനെ ചൂടാകരുത്. അടുത്തത് കേട്ടോണം. പ്രശസ്ത കവി രാമചന്ദ്രൻ അന്തരിച്ചു. അസുഖം വന്ന് കിടപ്പിലായിരുന്നു. സംസ്കാരം വൈകുന്നേരം 6 മണിക്ക് വീട്ടുവളപ്പിൽ. പ്രശസ്ത കവി രാമചന്ദ്രൻ മരിച്ചിനി. മരിച്ചീനിയാ? മരിച്ചിനിയല്ല, പിന്നെ ചീമക്കിഴങ്ങ. മരിച്ചു കഴിഞ്ഞു. നിര്യാതനായി. അപ്പൊ മരിച്ചു ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് മരിക്കോ? ആ ഭാഗത്ത് മരിച്ചിനി, അതായത് വന്നിനി, പോയിനി, മരിച്ചിനി. മരിച്ചിനി. അസുഖം വന്ന് കിടപ്പിലായിരുന്നു. സൂക്കട് വന്നിട്ട് കിടപ്പിലാന്നുണ്ടായിനി. വൈകിട്ട് സൂക്കട് പറയില്ല. അസുഖം സൂക്കട്. അതെ, നമ്മളോടൊക്കെ സൂക്കടല്ലേ? ഇന്റർനാഷണൽ വാക്കാണ് സൂക്കട്. സൂക്കട് വന്ന് കിടപ്പിലാന്നുണ്ടായിനി. വൈകിട്ട് 6 മണിക്ക് വീട്ടുവളപ്പില് കത്തിക്കും. വൈകുന്നേരം 6 മണിക്ക് അല്ല, പുള്ളി നിലവിളക്കോ അതോ ദീപന്തോ? സംസ്കാരം പറഞ്ഞില്ലേ? കത്തിക്കുന്നു. മറ്റെന്താണ് വേറെ വാക്ക് പറഞ്ഞേ? വീട്ടുവളപ്പിൽ സംസ്കാരം. അതിനെ കത്തിക്കും. ആ നാട്ടിലൊക്കെ അങ്ങനെയാ, കത്തിക്കുക. അപ്പൊ അടുത്തതിലേക്ക് കിടക്കാം. മദ്യപാനിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഭാര്യ ചൂലുകൊണ്ട് മദ്യപാനിയെ മർദ്ദിച്ചു. അദ്ദേഹം മരണപ്പെട്ടു. മദ്യപാനിയുടെ ശല്യം സഹിക്കാണ്ട് ഭാര്യ മാച്ചിയെടുത്ത് അടിച്ചിനി. ഭർത്താവ് ചത്തിനി. അപ്പൊ നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു മാക്സി എടുത്ത് അടിച്ചാൽ ഒരാൾ ചാവും അല്ലേ? മാക്സി അല്ല, മാച്ചി, ചൂല്. ഹലോ, ഒരു ഒരു ഫോൺ. ഹലോ, നീ ഓർത്തു വീട്ടിൽ പോയിട്ട് വന്നില്ലടാ? നീ വീട്ടിൽ പോയാ? ഞാൻ വന്നിട്ടെ. അല്ല, എന്തുപറ്റിയത്? അല്ല, നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? 5 മിനിറ്റ് ഈ പുള്ളിയോട് സംസാരിച്ചില്ല. ഞാൻ ഈ കൊലമായി. അപ്പൊ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. വേണ്ട, വേണ്ട, ഞാൻ പോയിട്ട് വരാം. ഒരുപാട് ചാനലുകൾ ഇനിയുണ്ട്. ഓക്കെ, ബൈ.